ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് ഒരുപാട് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഔദ്യോഗികമായി പലതും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ നമ്മൾ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതുണ്ട്, ചിലത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളതുണ്ട്. പിന്നെ ഇതൊക്കെ കുറെ നാടകീയമായിട്ടുള്ള കുറെ മുഹൂർത്തങ്ങളൊക്കെ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലോട്ട് ചാടുന്നതും അത് എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ പലപ്പോഴും കാണുമ്പോഴൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമുക്ക് കുറെ ചിരി വരാറുണ്ട്. ഇപ്പോ കുറച്ച് ദിവസമായിട്ട് ഒരു വാർത്തയിലുള്ള ഒരു താരം എന്ന് തന്നെ പറയാം, അത് അഖിൽ മാരാറാണ്. അഖിൽ മാരാർ നമുക്കറിയാം ഒരുപാട് വിവാദങ്ങളിൽ പെട്ട് വിവാദ നായകനായി മാറിയ, അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് തോന്നുന്നു കൂടുതലും സ്വയം വിവാദങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത് അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു, ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. ഇപ്പൊ അഖിൽ മാരാർ NDA മുന്നണിയുടെ ഭാഗമായിരിക്കുകയാണ്. അതായത് 2020 എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയുടെ ഭാഗമായ, നമ്മൾ അതിന്റെ വാർത്തയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് എന്താ പറയാ പോസ്റ്റുകളും ചർച്ചകളും ഒക്കെ ഞാൻ കുറെ കണ്ടിരുന്നു. അപ്പോ അഖിലിപ്പോ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിരുന്നു. അപ്പൊ അതും കുറച്ച് പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയാ, കുറച്ച് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കുറച്ച് രസകരമൊക്കെയാണ്. അപ്പൊ ഈ പോസ്റ്റിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പിന്നിട്ട വഴികളെ കുറിച്ചാണ്. അതായത് ഒരു കോർപ്പറേറ്റ് ജോലിയായിട്ട് വളരെ ചെറുപ്പത്തിൽ, അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ അദ്ദേഹത്തിന് ഏകദേശം ഒരു 40 വയസ്സൊക്കെ ആയി. പണ്ട് ഒരു 20 വയസ്സൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. എന്നിട്ട് ആ കമ്പനിയുടെ പേരൊക്കെ അദ്ദേഹം പറയുന്നൊക്കെ ഉണ്ട്. ആ കമ്പനിക്ക് ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അതിൽ ജോലിക്ക് കയറിയ ശേഷം കുറെ കഷ്ടപ്പെട്ടു. വളരെ എന്താ പറയാ, ആ കമ്പനിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപ്ലോയി, ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന പ്രായം കുറഞ്ഞ എംപ്ലോയി എന്നുള്ള രീതിയിലൊക്കെ കുറെ നേട്ടങ്ങളൊക്കെ കിട്ടി. ഏകദേശം 50,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു സമയത്താണ് അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്തത്. അദ്ദേഹം പറഞ്ഞ, എന്നും എനിക്ക് സിനിമയോ രാഷ്ട്രീയോ ഇത് രണ്ടും എനിക്ക് ഒരുപോലെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. കാരണം ഈ ഒരു രണ്ട് മേഖലയിൽ ആണെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മറ്റ് ജോലിയിലോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ പണം കിട്ടും, പക്ഷെ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വേർഷൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ, അന്ന് അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മാനേജർ പറഞ്ഞത്, ഇത് ഒരിക്കൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. കാരണം ഇന്ന് നിങ്ങൾ ഈ ഒരു വളരെ ചെറുപ്പത്തിൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ കമ്പനിയിൽ നിങ്ങൾ ഏത് നിലയിലെത്തും, എത്ര ശമ്പളം വാങ്ങാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ മണ്ടത്തരം കാണിക്കണോ എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, 10 വർഷം കഴിയുമ്പോൾ എനിക്ക് ശമ്പളം കിട്ടുമായിരിക്കും, പക്ഷെ അന്ന് കമ്പനിക്ക് എന്നോട് ഇപ്പോൾ ഉള്ള ആ ഒരു താല്പര്യം കുറയുമായിരിക്കാം, പിന്നെ ഞാൻ ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് വിട്ടത്. പിന്നീടാണ് സിനിമയും രാഷ്ട്രീയത്തിലോട്ടും എന്താ പറയുക ഒരു ശ്രമങ്ങളൊക്കെ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറെ എന്താ പറയാ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അദ്ദേഹം പല സിനിമകളുടെയൊക്കെ എന്താ ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ അസിസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ എന്താ പറയാ സിനിമയുടെയൊക്കെ പല മേഖലകളിൽ ശ്രമങ്ങൾ നടത്തി എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു താത്വിക അവലോകനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു കോവിഡിന്റെ സമയത്താണ് അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. എന്നിട്ട് ആ ഒരു കോവിഡിന്റെ ഫസ്റ്റ് കോവിഡും കഴിഞ്ഞ് എന്താ പറയുക വീണ്ടും ഷൂട്ടൊക്കെ തുടങ്ങാം എന്നുള്ള ആ ഒരു സമയത്തൊക്കെയാണ് അത് ഷൂട്ടൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചു, കുട്ടികളായി. അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ വേണ്ടി ഭാര്യയുടെ അമ്മയുടെ അടുത്ത് പോയപ്പോൾ അമ്മ പറഞ്ഞത്, ഈ ഒരു ജോലിക്ക് കയറണം എന്നുള്ള രീതിയിൽ, ഒരു ജോലി ഉണ്ടെങ്കിൽ കല്യാണം കഴിപ്പിച്ച് തരാം എന്നാണ് പറഞ്ഞപ്പോൾ അഖില് പറഞ്ഞൊരു മറുപടിയാണ്. അതായത് ഞാനിപ്പോ കല്യാണം കഴിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എന്താ പറയാ ഭാര്യ വീട്ടുകാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ജോലിക്ക് കയറിയാൽ തൽക്കാലം ഞാൻ ഹാപ്പി ആവുമായിരിക്കും. ഒരു വർഷം ഞാൻ ഹാപ്പി ആവും, ഒരു വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻസ് എന്താ പറയാ പുറത്തേക്ക് ചാടാം. അതെൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചിലപ്പോൾ, അതായത് സിനിമയിൽ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തന്നെ പിടിച്ചു നിന്നിരുന്നവർ, സ്ട്രഗിൾ ചെയ്യുന്നവർ, ചിലപ്പോൾ അതിലൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഡയറക്ടർ ആവാം, രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാൻ വേണ്ടി നടന്നിരുന്ന ഒരു സുഹൃത്ത് ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാം. അപ്പൊ ഇതൊക്കെ പുറത്തിരുന്ന് ഈ രണ്ട് മേഖലയിലല്ലാതെ പുറത്ത് വേറൊരു കോർപ്പറേറ്റ് വേറെ ഏതെങ്കിലും ജോലിയിൽ ഇരുന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാം. അപ്പോൾ ഇത് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ഒരു ത്യാഗം സഹിച്ചത് എന്നും പറഞ്ഞ് ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടാവാം. അതുകൊണ്ട് ഒരുവിധം അദ്ദേഹം പറഞ്ഞ് ഭാര്യ വീട്ടുകാരെ കൺവിൻസ് ചെയ്യിപ്പിച്ചു, ഭാര്യയുടെ അമ്മേനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അവർ മനസ്സിലാതെ അദ്ദേഹത്തിന് ഒരു ഫ്രീഡം കൊടുത്തു എന്നാണ് പറയുന്നത്. അത് കണ്ടാണ് അദ്ദേഹം പിന്നെ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയതും അതിനുശേഷം സിനിമയിലോട്ട് സംവിധായകനായി മാറിയതും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമയിൽ അദ്ദേഹം
സംവിധായകനായി പേരെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. കാരണം ആ ഒരു സിനിമ പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു. കാരണം ആ ഒരു സിനിമ അതിൻ്റെ അന്നും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പല ചർച്ചകളിലും അദ്ദേഹം ഭാഗമായിട്ട് ചാനലുകളൊക്കെ വന്നിരുന്നത്. അഖിൽ കോട്ടാത്തല എന്ന പേരിലായിരുന്നു ആദ്യം അദ്ദേഹം അറിയപ്പെട്ടത്. പിന്നീടാണ് അഖിൽ മാരാറായത്. അപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട് പല ചർച്ചകളിൽ അഖിൽ മാരാർ വന്ന് പങ്കെടുക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്കറിയാലോ ചാനലിലൊക്കെ ഉള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്നത്. അന്ന് തന്നെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ റിലീസ് ആവുന്നത്. ആ റിലീസിന് മുമ്പും തന്നെ ഒരു പ്രൊമോ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ജോജു ജോർജ്, അതായത് നായകനായ ഈ അഖിലിന്റെ സിനിമയിൽ നായകനായ ജോജു ജോർജ് അന്നൊരു പ്രശ്നത്തിൽപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ഒരു ബ്ലോക്കിൽ പെട്ട് അന്ന് കോൺഗ്രസിന്റെ ഒരു വഴിതടയലോ എന്തോ ഇതിൽ വന്ന സമയത്ത് ഇതിനെതിരെ പ്രതികരിക്കുന്നതും, അപ്പോൾ അന്ന് ജോജുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇടതുപക്ഷക്കാർ വരുന്നതും ഇപ്പുറത്ത് കോൺഗ്രസ്സുകാർ ജോജുവിനെതിരെ വരുന്നതും, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ആ ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നു 2022 ആ ഒരു സമയത്ത് എപ്പോഴോ ആണ് ഈ ഇതുകൊണ്ട് ഇറക്കി വിട്ടത്. അതായത് ഈ ഒരു പ്രൊമോ ഇറക്കി വിട്ടു. ഈ ഒരു സിനിമ രാഷ്ട്രീയ സിനിമയാണ് താത്വിക അവലോകനം. ആ രാഷ്ട്രീയ സിനിമയുടെ ഒരു ഭാഗം കറക്റ്റ് സമയത്ത് കൊണ്ട് അദ്ദേഹം ഇറക്കി വിട്ടിട്ട് ഒരു ടീസർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പൊ അന്നേ അഖില് എന്താ പറയാ, എങ്ങനെ ശ്രദ്ധിക്കപ്പെടാം, എങ്ങനെ ഒരു ലൈം ലൈറ്റിലേക്ക് വരാം, അല്ലെങ്കിൽ എങ്ങനെ അറ്റൻഷൻ നേടാം, എനിക്ക് തോന്നുന്നു ആ ഒരു വാക്ക് തന്നെയായിരിക്കും കറക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ പറ്റിയ എന്താ പറയുക മിടുക്കനായിരുന്നു എന്നുള്ളത് അന്നേ ബോധ്യപ്പെട്ടത്. ആ സിനിമ ഒരുപാട് രാഷ്ട്രീയം പറഞ്ഞു. ആ സിനിമ ഇടതുപക്ഷത്തിന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ എന്താ പറയാ BJPയിലെ പല നേതാക്കളെ എല്ലാവരെയും വിമർശിക്കുന്ന രീതിയിലാണ് ആ ഒരു സിനിമയുടെ സംവിധായകൻ എന്ന രീതിയിൽ അഖിൽ ഒരുപാട് പേരെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമ ഒരു സിനിമ എന്ന രീതിയിൽ പ്രേക്ഷകർ ആ സിനിമയെ സ്വീകരിച്ചില്ല. ആ സിനിമ പരാജയപ്പെട്ടു. ഇത് കഴിഞ്ഞ് പിന്നീട് മറ്റ് സിനിമകളൊന്നും സംവിധാനം ചെയ്യാൻ അധികം ശ്രമം നടത്തിയിട്ടുണ്ടാവാം. പക്ഷെ പിന്നെ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ബിഗ് ബോസിലാണ്. അതിലും ഒരു തമാശ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ എവിടേക്കോ റീലുകളൊക്കെ കിടക്കുന്നുണ്ട്. പണ്ടൊരിക്കൽ ബിഗ് ബോസിൽ പോകുമോ എന്ന് പറഞ്ഞാൽ പ്രതിഭ ബിഗ് ബോസ് എനിക്ക് പുച്ഛമാണ് എന്ന് പറയുന്ന ഒരു റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏതൊരു കോണ്ടെക്സ്റ്റിലാണ്, ഞാനൊരു ഫുൾ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ലുലുമാളി പോയിട്ട് ഞാൻ മുണ്ടുപൊക്കി കാണിച്ചാൽ പോലെയെന്നോ അങ്ങനെ എന്തോ ആ ഒരു തരത്തിൽ അദ്ദേഹം സംസാരിച്ചത്. അതൊരു തമാശ രൂപേണ പറഞ്ഞാണോ ബിഗ് ബോസിനെതിരെ പറഞ്ഞാണോ ഞാൻ ഫുൾ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. എന്തായാലും അത് വെച്ചിട്ട് ഇദ്ദേഹം ബിഗ് ബോസിൽ പോയപ്പോൾ ഇദ്ദേഹത്തെ ഒരുപാട് പേര് എന്താ പറയുക വിമർശിച്ചിരുന്നു. ഇത് കഴിഞ്ഞ് ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞിട്ടും അദ്ദേഹം ആ തുടക്കകാലത്തൊക്കെ ഒരുപാട് എന്താ പറയുക അവിടെ കുറെ വിമർശനങ്ങളൊക്കെ നേരിട്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് അദ്ദേഹം വിന്നറായി മാറുകയാണ്. അത് തുടക്കം കയറിയ സമയത്തൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടും അദ്ദേഹം വിന്നറായി വന്നു. ബിഗ് ബോസിന് ശേഷമുള്ള ഒരു അഖിൽ മാരാറിനെ നമ്മൾ പിന്നെ വേറൊരു തരത്തിലാണ് കണ്ടിട്ടുള്ളത്. ശരിക്കും അഖിൽ മാരാർ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് മുമ്പ് ബിഗ് ബോസിന് ശേഷം ആ ഒരു രീതിയിൽ വേണം ശരിക്കും നമ്മൾ അഖിൽ മാരാറിനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ അതിലറിയാം ബിഗ് ബോസിന് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കുറെ അദ്ദേഹത്തിനെതിരെ കുറെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അതിനെല്ലാം അദ്ദേഹം അതിജീവിച്ചിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അതിൽ ഒരു എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ ഫാമിലി അവിടെ വന്നിരുന്നു, ബിഗ് ബോസിൽ വന്നിരുന്നു. അപ്പോൾ അത് തന്നെ അതിനെതിരെ കമന്റുകളൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇപ്പോഴും അഖിലിനെ കുറിച്ച് എന്തെങ്കിലും പോസ്റ്റുകൾ വരുമ്പോൾ കമന്റുകൾ അത് ഇമോഷണലി പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടി ഭാര്യയും മക്കളെയും യൂസ് ചെയ്തു എന്ന രീതിയിൽ വരെ അതിനെതിരെ കമന്റുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം അതിജീവിച്ച് അദ്ദേഹം തിരിച്ചു വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീകളെ വീട്ടിലിരുത്തുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനത്തെ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആകുന്ന രീതിയിലൊക്കെ കമന്റുകൾ വന്നു. അതിനെതിരെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ജീവിക്കാൻ ഹാപ്പിയാണ്, അവൾ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ഇപ്പം ഹാപ്പിയാണ്, ഞാൻ അവൾക്ക് എല്ലാ ഫ്രീഡവും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സമാധാനമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ പുറത്തുള്ള ആളുകൾക്കൊക്കെ എന്താണ് അസ്വസ്ഥത എന്നൊക്കെ മറുപടിയൊക്കെ കൃത്യസമയത്ത് അദ്ദേഹം കൊടുക്കാറുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞ് പിന്നെ നമുക്കറിയാം അത് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പിണറായിയുടെ വിമർശനമുണ്ട്, പിണറായി ഇടതുപക്ഷം അടുത്ത പ്രാവശ്യം ഇറങ്ങണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ UDFനെ കുറിച്ചും അദ്ദേഹം ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. അതായത് ഈ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF ഭയങ്കര വിജയം നേടിയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്, PD സതീശനെ മുമ്പ് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ഇന്ന് അദ്ദേഹം വളരെ മികച്ച പ്രതിപക്ഷ നേതാവാണ്. പിന്നെ അതായത് എന്നിട്ട് കളിയാക്കുന്ന രൂപയിൽ അന്നൊരു വീഡിയോയും ചെയ്തിരുന്നു. അതായത് LDF തന്നെയാണ് ഈ പറയുന്ന UDFനെ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സീറ്റുകൾ നേടാൻ സഹായിച്ചത്. കാരണം LDF വിരുദ്ധത ഉണ്ട്. പിന്നെ പിണറായിനെയും അതുപോലെ തന്നെ മരുമകൻ എന്നൊക്കെ പറഞ്ഞ് മന്ത്രി റിയാസിനെ ഒക്കെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെതിരെ എന്തോ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതൊരു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ എന്തോ കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്നും അദ്ദേഹം ഓരോ പോസ്റ്റുകൾ ഇടുകയും
ലൈവിൽ വന്ന് കുറെ കാര്യങ്ങൾ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടെല്ലാം ഓർമ്മയില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം ഒരു ഇടതുപക്ഷ വിരുദ്ധൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിട്ടുള്ളത്. പിന്നെ ബി ജെ പിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ബി ജെ പിയിലെ വികസനം, ബി ജെ പി കാഴ്ചവെക്കുന്ന ഒരു വികസനമുണ്ട്, ബി ജെ പിയുടെ ആ ഒരു രീതി, ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളത്തിൽ ബി ജെ പി വളരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ വിമർശിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിൽ അദ്ദേഹം വിമർശിച്ചു, ഇതുപോലെ തന്നെ അദ്ദേഹം എല്ലാ പാർട്ടിനെയും വിമർശിക്കാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന 2020 സാബു ജേക്കബിന്റെ 2020 ചേരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം കോൺഗ്രസിൽ ഒരു സീറ്റ് കിട്ടുമോ നിയമസഭയിൽ എന്ന് ശ്രമിച്ചിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. കോൺഗ്രസിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു മറുപടി കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം 2020 പോയി. എന്നിട്ട് അപ്പോൾ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പണ്ട് എന്തുകൊണ്ട് 2020 പോയില്ല, ഇപ്പോൾ എന്തുകൊണ്ട് 2020 പോകുന്നു. അതിനും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, 2020 പണ്ട് എറണാകുളത്ത് മാത്രം നിന്നിരുന്ന ഒരു പാർട്ടിയായിരുന്നു, പിന്നീടാണ് അവര് ഇപ്പോൾ പുറത്തോട്ടൊക്കെ മറ്റ് ജില്ലകളോട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2020യുടെ വികസനത്തിന്റെ ഭാഗമാവാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ കമന്റുകളൊക്കെ വരുന്നുണ്ട്, കിടന്ന് ഉരുളണ്ട, എന്താ പറയാ, അവസരവാദിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് കലാമണ്ഡലം സത്യഭാമ അവരൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നതാണ്, നമ്മുടെ കലാഭൻ മണിയുടെ അനിയനെ കുറിച്ചൊക്കെ ഒരു പരാമർശമൊക്കെ സൃഷ്ടിച്ചിട്ടൊരു എന്താ പറയാ വിവാദം ഒരു സ്ത്രീ ആയിരുന്നു. അവര് പറയുന്ന അഖിലിനെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതായത് ചാണകത്തിൽ ചവിട്ടി എന്നൊക്കെ. അതായത് അഖിൽ NDAയിൽ പോയതിനെതിരെ അവര് വളരെ മോശമായിട്ടൊരു പോസ്റ്റ് ഇട്ടത് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ വിമർശനങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. ഇപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെയാണ് പൃഥ്വിരാജിനെതിരെ പറഞ്ഞത്. അതായത് ദിലീപിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ദിലീപിനെ ഒരു ഫംഗ്ഷന് വെച്ചിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ചാനലിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ദിലീപിനെ അദ്ദേഹം കാണാൻ പോകുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്, ദിലീപിനെ പോയി കണ്ടു, അപ്പോൾ ദിലീപ് എന്നെ മനസ്സിലായോ, ഞാൻ ആളാണെന്ന് പറഞ്ഞപ്പോൾ ദിലീപ് പറഞ്ഞു, എനിക്ക് വേണ്ടി ചാനൽ ചർച്ചയിലിരുന്ന് ചീത്തവിളി കേൾക്കുന്ന ആളല്ലേ അഖിലല്ലേ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നീട് ദിലീപ് കുറ്റവിമുക്തനായ ശേഷം ഈ അടുത്ത് അദ്ദേഹം ദിലീപിന്റെ വീട്ടിലൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പൃഥ്വിരാജിനെതിരെ അദ്ദേഹം പറഞ്ഞത്, പൃഥ്വിരാജ് അവസരവാദിയാണ്, പൃഥ്വിരാജ് കുറെ ഡയലോഗ് മാത്രമേ അടിക്കുള്ളൂ, പൃഥ്വിരാജ് ഒരുപാട് പുതുമുഖങ്ങളെ സിനിമയിൽ കൊണ്ടുവരും എന്നൊക്കെ അവകാശപ്പെട്ട് ആരെയും കൊണ്ടുവന്നില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ദിലീപ് ഒരുപാട് പുതുമുഖങ്ങൾ, ദിലീപ് എല്ലാവരും ഒതുക്കുന്നു എന്ന് പറയുന്ന ദിലീപ് ഒരുപാട് പുതുമുഖങ്ങളെ മലർവാടി എന്ന് പറയുന്ന സിനിമയിലൂടെ വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, അജു വർഗീസ് പോലെയുള്ള നടന്മാരെയൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് പുതുമുഖങ്ങളെ വെച്ച് സിനിമ നിർമ്മിച്ചിട്ടുള്ളതാണ്. പൃഥ്വിരാജ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? പൃഥ്വിരാജ് എല്ലാം സ്വന്തം സിനിമകളും താരങ്ങളുടെ സിനിമകളെല്ലാം എന്ന് വെച്ച് വിമർശനം നടത്തി. അപ്പൊ മല്ലിക സുകുമാരൻ അതിനെതിരെ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അഖിൽ മാരാറിനെ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടിട്ട് മിടുക്കനാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു ഇമേജ്, അഖിലിനോടുള്ള അഭിപ്രായം മാറി എന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെ വിമർശിച്ചതിനെതിരെ അഖിലിനെ കുറിച്ച് മല്ലിക പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അഖിൽ മാരാറോട് മറുപടി പറഞ്ഞു. അതായത് മല്ലിക അമ്മയോട് ഞാൻ മറുപടി പറയുന്നില്ല, അവർ പ്രായപ്പെട്ട സ്ത്രീയെ ബഹുമാനിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് പൃഥ്വിരാജിനെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്തു, അതിൽ 25 വയസ്സുള്ള ഒരു നായകനാണ് നടി മീനയുടെ മകൻ, മോഹൻലാലിന്റെ മകൻ. അത് പൃഥ്വിരാജിന് എന്തുകൊണ്ട് അതൊരു ഒരു യുവ നായകനെ, കുറച്ച് പ്രായം കുറഞ്ഞ ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു നായകനെ കാസ്റ്റ് ചെയ്തുകൂടായിരുന്നു, അവിടെയും പൃഥ്വിരാജൻ തന്നെയാണ് കയറി അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം സിനിമയും രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ എല്ലാത്തിനെയും കുറിച്ചും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ എന്തായാലും 2020 അദ്ദേഹം കയറിയുന്നതിന് വളരെ പോസിറ്റീവായിട്ടാണ് സാബു ജേക്കബ് 2020 അദ്ദേഹവും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇനിയും ഒരുപാട് പേര് വരും ഇതിൽ, 2020 വികസനത്തിന്റെ ഭാഗമാണ്. എന്തായാലും 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്നിപ്പോൾ NDAയിൽ ചേർന്നത് എന്തുകൊണ്ടും NDA മുന്നണിക്ക് അല്ലെങ്കിൽ BJPക്കും ഗുണമാണ്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ, എറണാകുളം പരിസരത്ത് തന്നെ കുറെ സീറ്റ്സ് BJP പിടിച്ചപ്പോൾ കുറെ സീറ്റ്സ് 2020 പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന ഒരു ജയിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് ആയാലും ഇടതുപക്ഷം ആയാലും ഒക്കെ പല സ്ഥലങ്ങളിലും അവർക്ക് വിജയിക്കാൻ കാരണം ഈ വോട്ട് സ്പ്ലിറ്റ് വന്നു. അപ്പൊ അവിടെ അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഇവർ ഒന്നിക്കുന്നുകൊണ്ട് ആരുടെയൊക്കെ വോട്ട് കിട്ടും, ആർക്ക് ഏതൊക്കെ മുന്നണികൾക്ക് അത് ഗുണം കിട്ടും എന്ന് നമുക്ക് അറിയില്ല, നോക്കാം. എന്തായാലും അഖിൽ മാരാർ ഇപ്പോൾ ഔദ്യോഗികമായി വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. കൊട്ടാരക്കര ആയിരിക്കും അഖിൽ മാരാർ നിൽക്കാൻ പോകുന്നത്, കൊട്ടാരക്കര ആയിരിക്കും അഖിലിന് കൊടുക്കാൻ പോകുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും അഖിൽ വിജയകൊടി പറിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ നാവ്, അദ്ദേഹം എന്തെങ്കിലും മിണ്ടിയാൽ വിവാദമാവുന്നതുകൊണ്ട് ഇനി അദ്ദേഹം സൂക്ഷിച്ച് സംസാരിക്കുമോ എന്നുള്ളതും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.